ആദ്യ ബ്രോഡ്ബാൻഡ് ജില്ല ഇടുക്കിക്ക് അത്ഭുത നേട്ടം. ഭൗതിക സാഹചര്യങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഏറെയുള്ള ജില്ലകളെല്ലാം പിന്നിലാക്കിയാണ് ഇടുക്കി ഇക്കാര്യത്തിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സംവിധാനം ഉറപ്പുവരുത്തിയത്. കരുണയുടെ ആൾരൂപത്തിന് അന്ത്യാഞ്ജലി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനും തത്വചിന്തകനുമായ കുഞ്ഞൂട്ടിയെ ഇന്ന് പുലർച്ചെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അധികൃതർ ഇതുവരെ മരണകാരണം വെളിപ്പെടുത്താത്തത് മരണത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവുമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് നിരവധി തവണ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പാരഡൈസ് ലോഡ്ജിന് മുന്നിലാണ്. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനായ കുഞ്ഞൂട്ടി സാർ ഏതാനും വർഷങ്ങളായി ഇവിടെയാണ് താമസം. ആദിവാസികളുടെ ഉന്നമനത്തിനെ ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതം തന്നെയായിരുന്നു കുഞ്ഞൂട്ടി സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ബാല്യവും ജീവിതവും അദ്ദേഹത്തിൻ്റെ മരണം എന്ന പോലെ ഒരു രഹസ്യമായി അവശേഷിക്കുകയാണ്. KKM ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം മിഥുൻ. ഞാനെന്ന വാക്കിലേക്ക് ഒരു യാത്ര. എന്നും മറക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ഓർമ്മകളിലൂടെ. കൃത്യമായൊരു ജനനത്തീയതി ഓർത്തെടുക്കാൻ ഞാനിന്നും അശക്തനാണ്. ഓസോൺ പാളിയിലെ വിള്ളലിനെയോ മൊബൈൽ ഫോണിൻ്റെ റേഞ്ചിനെയോ പറ്റി ആകുലതപ്പെടാത്ത ആധുനിക ലോകം എന്നൊരു വാക്ക്, കേട്ടുകേൾവി പോലും ഇല്ലാത്ത പച്ചയായ ഭൂമിയുടെ വന്യഭംഗി കണ്ട് മാത്രം വളരുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലായിരുന്നു എൻ്റെ ജനനം. തിന്തിന്നാര തിന്തിന്നോ തീയന്തക തിന്തിന്നാര തിന്തിന്നോ തീയന്തക തിന്തിന്നാര തിന്തിന്നോ. ഞാനറിഞ്ഞ് കാടറിഞ്ഞ് നാടറിഞ്ഞ് കാടിൻ്റെ മനമറിഞ്ഞ്. ഞാനറിഞ്ഞ് കാടറിഞ്ഞ് നാടറിഞ്ഞ് കാടിൻ്റെ മനമറിഞ്ഞ്. കാടിൻ്റെ മക്കളും പുഴകളും കാടും ഒന്നാണെന്നറിഞ്ഞ്. തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ. നാട്ടിന്ന് കാട് ചവിട്ടി കാട് മുടിഞ്ഞിടുന്നേ. കാടിൻ്റെ പേരും ചൊല്ലി അവരും വാഴുന്നേ. നാട്ടിന്ന് കാട് ചവിട്ടി കാട് മുടിഞ്ഞിടുന്നേ. കാടിൻ്റെ പേരും ചൊല്ലി അവരും വാഴുന്നേ. നേരുന്നേറിയുള്ളവരാണ് കാടിൻ്റെ മക്കളാണ്. കണ്ണോക്കം കിട്ടാത്തോരു കണ്ടം കാപ്പിരികൾ. തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ തെയ്യന്തക തിന്തിന്നാര തിന്തിന്നോ. അടിയേ ചീമേ, നീക്ക് തിരിഞ്ഞ മേട്ടില് പൊലി ഇറങ്ങിന്ന്. പൊക്കനെയും പെണ്ണിനെയും കാണാനില്ലാന്ന്. പൊങ്ങനും തേമ്പനും മേടേറി. ചെക്കനോട് പറയണം മേടേറി കളിക്കണ്ടെന്ന്. പുലി ഊരേറോ? വറുതിയില്ലേ ഊരേറിയാലും ആവും. എന്റെ കാളിയെ, പൊലി ഊരേറിയാലും പ്രശ്നയില്ല. ഞാനും മാക്കനൂടെ എന്തിനും പുലി പിടിച്ചതാ. എന്റെ ചുമയിന്ന് നീ വാക്കണ്ട. ഏനിപ്പോഴും ചിങ്കത്തിന്റെ ഊക്ക. ഏക്കറിഞ്ഞൂടെ.
ഹും. മേട്ടില് പുലി ഇറങ്ങിക്കണ്, ഉള്ളിലോട്ട് പോണ്ട. പൊണ്ണ ചെക്കനായി, ഞാൻ ഇള്ളപ്പോലും മാറിയില്ല. ഓൻ എന്റെ ചോരയാ. ഓൻ ഊക്കുള്ളൊരാണാവും. നീ പാത്തോ, ഊരിന്റെ വരാണവൻ. ഏതാടാ ഇത്? ഈനാട ഏനാ പൂജാടാ നടന്നേ? ഏടാ കാവില്ല കൊച്ചുണ്ടോ? ആക്ക് ആടെ നിന്നില്ലേ പാറും ചെക്കനും ഓക്ക്. ഞാനാടാ. അതും എൻ്റെ തള്ളയല്ലേ? ഓൻ്റെ അപ്പൻ ചത്തോണ്ട് ചെക്കൻ തള്ളയെ കെട്ടി. ഈരിപ്പോൾ പൊണ്ടാട്ടിയും കെട്ടിയോനാ. കെട്ടിക്കഴിഞ്ഞ് ആണ്ടാവണതിന് മുന്നേ കൊച്ചുണ്ടാണ്ടേ. അതിന് ചെക്കന് ഊക്ക് വരാനുള്ള പോജ ആടെ നടന്നേ. ഏടാ എങ്ങനെ കൊച്ചുണ്ടാവണേ? ഇതാ ആരൊക്കെ തരില്ല. ഓ ചെക്കൻ തള്ളേനെ അതെങ്ങനാടാ? എടാ നീ നായിനെ നരീനെ നോക്കിയിട്ടില്ലേ? അതോലാടാ.
ഏനാടി ചീമേ, നീ മുഖം നിറച്ച് നിൽക്കണേ. ഈ നോക്കിക്കോളി, കാലം പുലരുമ്പോ ഞങ്ങൾ പുലിയുടെ തോലും പൊളിച്ചിട്ടുണ്ടാവും. കുഞ്ഞ, നീ വരണ പുലി പിടിക്കാൻ. ആന വിടൂല, ആന വിടൂല. നിന്റെ തള്ളേരെ പൊകില് മാറിയിട്ടില്ല, നീ പകട്ടണ്ട. നാന് നാളെ നിനക്ക് കുറേ പൊലി നഖവും തെർമയും കൊണ്ടുവരാട്ടാ. കുഞ്ഞാ, നീക്ക് സമ്മാനം പിടിച്ച. ഇതും ഇനി നിനക്ക. ഇനി ഓള് നിന്റെ പൊണ്ടാട്ടിയ, നീയാ ഓളെ കെട്ടിയോ. ൂക്കൊള്ള കെട്ടിയോനെ കെട്ടിയൊക്കും കിട്ടി, ഏനെന്റെ പൊറതി മെട്ടിലുമാക്കി. ൂക്കൊള്ള കെട്ടിയോനെ കെട്ടിയൊക്കും കിട്ടി, ഏനെന്റെ പൊറതി മെട്ടിലും. ചീമേ, 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 ഏനാ ചെക്കനടാ. ആ, മൂപ്പൻ്റെ വേച്ച്. രണ്ടാളും നാളെ കാലേ കോവിലെത്തണം. നാളെ പുടവ മാറണം. എന്നാ പുടവൻ തേങ്ങ. ചെക്കനെ ഏച്ചു പിടിക്കണം. എന്നാ ഈ പുടവ ഈടെ മേലേക്കിടി. നീ ഈ പുടവയുടെ മാറത്തിട്ട ചീമ നിന്റെ പൊണ്ടാട്ടിയ. നിന്റെ കുടീന്റെ ലക്ഷണത്തിന് വേണ്ടി കാളീനെ നനച്ച് നീ പുടവേടി.
എന്നെ കൊണ്ടാവൂല. ഈരന്റെ തള്ളയാ, എനിക്ക് ഇവരെ പൊണ്ടാട്ടി ആക്കണ്ട. ഇത് ഈ ഊരിന്റെ നടപ്പാ. കുടിയിലെ തന്തയെത്ത മൂത്തോന അടുത്ത തുണയോൻ. കുടി നോക്കണോൻ തള്ളേനെ നോക്കണം. എന്നാ തള്ളയെ നനച്ചാ പോരെ, പൊണ്ടാട്ടി ആക്കണോ? എന്നെ പറ്റ വയറായത്, എനക്ക് പാല് തന്ന മുലയായത്, എന്നെ കൊണ്ടാവൂല. നീ മേട്ടിലെ ജന്തുക്കളെ പാത്തതില്ലയാ. ഒരു നാൾ കഴിഞ്ഞ അയറ്റിക്ക് തള്ളയല്ല ഇണ തന്നെയാ. അത് ഈ കാടിന്റെ നിയമ. ഇത് ഈ ഊരിന്റെ നിയമ. നീ ചീമയ്ക്ക് പുടവ കൊടുക്കണം, പുള്ളയെ പെറ്റ് പോറ്റണം. ഉറക്കണ പുള്ള തന്തേന്റെ ഊര് തന്നെ. അല്ലേ നിന്റെ തന്തപ്പിശാജ് പരന്ന് നടക്കും ഈ ഊരിൽ. അത് ഈ ഊരിന് പ്രശ്നയാ. നിനക്ക് വേണമെങ്കിൽ ഏടേം പോവാം. പക്ഷേങ്കിൽ ചീമയെ കാക്കാൻ ആളില്ലാന്ന് ചൊല്ലി നാട്ടുകൂട്ടം പുള്ളി കുത്തി ഊര് വിലക്കും. ഈ കാടിനപ്പുറം എന്താണ്? ഈ ആചാരങ്ങളും ബന്ധനങ്ങളും ഇല്ലാത്ത ഒരു ലോകമില്ലേ? അമ്മയെ അമ്മയായി മാത്രം കാണുന്ന അമ്മ ഇനി എനിക്കില്ല. അച്ഛനോടൊപ്പം അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനിന്ന് അനാഥനാണ്. കുഞ്ഞാ, ഏനാ നടന്നിന്നല്ല കുടിയില്? ഏനാടാ ചെറിയണേ, പറയടാ, ഏനാ നടന്നേ? തള്ളയെ കെട്ടി കുടിയാക്കാറായപ്പോ അവന് പോര്. ഞാനും ഉണ്ടാവടാ ഒരു നാള്. അന്ന് ഞാനും മുണ്ടിയില്ല, പാത്തോ. കാട്ടിലെ നടപ്പനുസരിച്ചോ, അല്ലേ പൊക്കോണ എവിടെയും. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നായി ചിന്ത. ഏത് പാതാളത്തിലോ നരകത്തിലോ പോകാം. എന്നാലും ഇവിടെ ഇനി ജീവിക്കുക പ്രയാസമായി തോന്നി.
എനിക്കിനി അമ്മയുടെ ചൂടേറ്റ് കിടക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ മരിച്ചു. ഇനി എനിക്ക് ഭാര്യയേ ഉള്ളൂ. എൻ്റെ കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഛേ, പോ. കുഞ്ഞ, ഉം. പെലച്ചെ പണിയാളെത്തും. വീട് പുലർത്താൻ നീ ഇനി പണിക്ക് പോയേക്കണം. ഇനിയിപ്പം നമുക്കിനി നമ്മളെ ഉള്ളൂ. നമുക്കിനി അപ്പൻ്റെ പിച്ചാച്ചിന് മോശം കൊടുക്കണം. എനിക്ക് പറ്റൂല. തന്ന പലതുണ്ടാവാൻ ചിലപ്പോ. തള്ള ഒന്നേ ഉള്ള എല്ലാവർക്കും. എനിക്കെന്നെ തള്ള എന്നെ ചത്താലും മാറ്റിക്കാണാൻ പറ്റൂല. പോവേണ്ട. തള്ളയെ കാണണം. നാട് തേടി കാട്ടട തെറ്റാണേലും കാത്തോണം എന്റെ തള്ളേനെ. ഓടി ഏറ്റവും വേഗത്തിലോടുന്ന ഒരു ചീറ്റയെപ്പോലെ, ഒരുപക്ഷെ അതിനേക്കാൾ വേഗത്തിൽ. ഞാൻ ഇന്ന് വരെ കാണാത്ത വഴികൾ, പുതിയ സ്ഥലങ്ങൾ, ഇനി എന്തെന്നോ എങ്ങോട്ടെന്നോ അറിയാതെ മനസ്സിലെ വാശി ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മുന്നിൽ കീഴടങ്ങും വരെ. അവിടുന്ന് ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിതം നിങ്ങൾക്കറിയാവുന്നതാണ്. അപരിഷ്കൃതരെന്നും ആദിവാസികളെന്നും പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിക്കുന്ന അവരെ അറിവില്ലായ്മയുടെയും അന്ധമായ പ്രാകൃത വിശ്വാസങ്ങളുടെയും പടുകുഴിയിൽ നിന്ന് ഒരു പരിധിവരെ മോചിപ്പിക്കുവാൻ എനിക്കായിട്ടുണ്ട്. ശൂന്യമായ സംസ്കാരത്തിൽ നിന്ന് സംസ്കാര സമ്പന്നതയിലേക്ക് അവർ ഉയർന്നു. എന്നാൽ അമ്മയെ അമ്മയായി കണ്ടിരുന്ന സംസ്കാര സമ്പന്നമായ എന്നെ പോറ്റി വളർത്തിയ ഈ നാട് ഇതിന്ന് പാശ്ചാത്യ സംസ്കാരം എന്ന മരുപ്പച്ചയ്ക്ക് പിന്നാലെ സഞ്ചരിച്ച് സംസ്കാര ശൂന്യതയിലേക്ക് പുതഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു. പ്രാകൃത സംസ്കാരങ്ങൾ പാശ്ചാത്യമെന്ന പുതുവസ്ത്രമണിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വരുന്നു. അമ്മയെന്ന വാക്കിന് പുതിയ പല മാനങ്ങളും വന്നു ചേരുന്നു. മകളും സഹോദരിയും വെറും സ്ത്രീ എന്ന അർത്ഥതലത്തിൽ ഒതുങ്ങുന്നു. പ്രായമായി, മനസ്സിനും ശരീരത്തിനും പഴയ ആരോഗ്യവും ധൈര്യവും പോരാ. എന്നാലും പോകണം ഇവിടെ നിന്ന്. അമ്മയെ അമ്മയായി മാത്രം കാണുന്ന ഒരു നാട് തേടി.